friends, Meenu's Malayalamvlog. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സോഫ്റ്റ് ആയ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ. ഇത് സിമ്പിൾ ഉപ്പുമാവാണ്, സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലത്തെ തന്നെ ഉപ്പുമാവാണ്. പക്ഷേ ഇതിന് ഞാൻ കുറച്ച് ടിപ്സ് പറയുന്നുണ്ട് എങ്ങനെ നമുക്ക് ഉപ്പുമാവ് വളരെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള ടേസ്റ്റി ആയിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഒരു വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഇഞ്ചി പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി വഴറ്റിയെടുക്കണം. ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്. ഇതിപ്പോൾ ഞാൻ സവാള ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് അതുപോലെ ഒരു ചെറിയ ക്യാരറ്റ്, വലിയ ക്യാരറ്റാണ് അതിൻ്റെ പകുതി എടുത്താൽ മതി. പച്ചമുളക് അതുപോലെ ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, അത്രയാണ് ഞാനിപ്പം എടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പില ആവശ്യത്തിന് ചേർക്കുക. ഇപ്പം ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ 2 കപ്പ് റവയ്ക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കുറച്ച് കൂടുതലായാലും സാരമില്ല, അത് റവ വെന്ത് വരുമ്പം ശരിക്കത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിക്കോളും. കുറച്ച് കൂടുതൽ വെള്ളം ഉള്ളതാണ് നല്ലത്. റവ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആവും. അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അങ്ങനെ ഭയങ്കര ഡ്രൈ ആയിപ്പോവും. അപ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കുകയാണെങ്കിൽ ഉപ്പുമാവ് സോഫ്റ്റ് ആവും. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് അടച്ചു വെച്ചിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കുക. അതിന് മുമ്പ് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും ഒരു ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ 1.5 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കായപ്പൊടിയാണ്. ഒരു നുള്ള് കായപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട. പക്ഷേ ഈ കായപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ഉപ്പുമാവിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. ഇനി നമുക്കിത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം എന്താ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം കുറച്ചീശ് റവ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, ഇട്ട് കൊടുക്കുന്നതിനൊപ്പം തന്നെ. അപ്പം നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഒപ്പം തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ 2 കപ്പ് റവയാണ്. ഇപ്പോൾ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തീ കുറച്ച് വയ്ക്കണം, അല്ല പെട്ടെന്ന് കൊണ്ട് വെള്ളം വറ്റിപ്പോവും. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 ടീസ്പൂൺ നെയ്യ് ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇനി ഇത് അടച്ചു വെച്ച് 2 മിനിറ്റ് അടച്ചു വെച്ച് തുറന്നെടുക്കുക. നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡിയാണ്. ഇതിലേക്ക് തേങ്ങ ചിരകിയത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല. ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഉപ്പുമാവിൻ്റെ കൂടെ പഴമോ പ്രത്യേകിച്ച് കറികളോ ഒന്നും ആവശ്യമില്ല. ഈ ഉപ്പുമാവ് ഇങ്ങനെ തന്നെ കഴിക്കുന്നതാണ്, നല്ല ചൂടോടുകൂടി കഴിക്കുന്നതാണ് ടേസ്റ്റ്. അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഉപ്പുമാവ് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.